IT ജീവനക്കാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിയെ പിടികൂടാതെ കഴക്കൂട്ടം പോലീസ്. ബുധനാഴ്ച രാത്രിയാണ് യുവതികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. പ്രതികളുമായി മുൻപുണ്ടായിരുന്ന തർക്കമാണ് ആക്രമണത്തിന് കാരണം. നിന്നെ വിളിച്ചാ അവളെ വെട്ടി വിളിക്കൂ. ഒരു ക്യാസ് ഞാൻ പറയും. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് കഴക്കൂട്ടം ചെങ്കോട്ടുകോണത്ത് റോഡ് ടാർ ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാക്കൾ IT ജീവനക്കാരികളെ ആക്രമിക്കുന്നത്. യുവതികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയും തടയാനെത്തിയ റെസിഡന്റ് ഭാരവാഹികളെ യുവാക്കൾ മർദ്ദിക്കുകയും ചെയ്തു. എവിടുന്നൊക്കെയോ വരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഭയങ്കര ഗുണ്ടാവിളയാട്ടം, വെള്ളവടി, രാത്രി നമുക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഇപ്പം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വധഭീഷണിയും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരേണ്ടതാണ്. വിജയകുമാർ എന്ന് പേരുള്ള ഒരു ഗുണ്ട എന്ന് തന്നെ അയാളെ പറയേണ്ടി വരും. ഭയങ്കരമായി മദ്യപിച്ച് അയാൾ ഇവിടെ ഒരു പ്ലോട്ട് എടുത്ത് അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്ലോട്ടിലിരുന്ന് വേറെ 2 ഗുണ്ടകളുമായി മദ്യപിച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും 2 വീലറിലായിരുന്നു. പുള്ളി അതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്നോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും പല ജനപ്രതിനിധികളെയും ചേർത്തുകൊണ്ട്, എനിക്കത് പുറത്തു പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അസഭ്യമായ രീതിയിൽ എന്നോട് സംസാരിച്ചു. ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു. വല്ലാത്ത രീതിയിൽ എൻ്റെ അടുത്തേക്ക് മുഖവും കൊണ്ട് വരികയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ വന്നു. അപ്പോഴത്തേനും ഞാനത് തെന്നി മാറി. സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ കഴക്കൂട്ടം പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് ആരോപണം. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ചെങ്കോട്ടുകോണം സ്വദേശി വിജയകുമാർ എന്ന ബോംബെ കുമാറും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ആൾക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. തങ്ങൾക്ക് നേരെ വധഭീഷണി മുഴക്കിയ പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നാണ് യുവതികളുടെ ആവശ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.